ലാലേട്ടന്റെ കുട്ടിക്കാലം അഭിനയിക്കണം. കുതിക്കും ലാലേട്ടാ, മാണിക്ക ചെമ്പെടുക്ക ലാലേട്ടാ. ഒരു ആക്ടർക്ക് വേണ്ടത് എന്താണ്? വേണം. ഇതെന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മി. ആസിഫിക്ക, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുജാത ചേച്ചിനെ കൂടിയിട്ട് ഒരു പാട്ട് പാടുന്ന വല്ലാത്തൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ ചെന്നൈ വരെ പോകും. മൂവി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഹാർട്ട് ചിലപ്പോൾ വല്ല ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട യുവാവായിട്ടോ. കിട്ടിയത് 165 ദിവസങ്ങളിൽ പകുതി ദിവസങ്ങൾ സംസാരിക്കാറുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ദിവസമല്ലേ ഉള്ളത്. അപ്പം ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഞാനൊരു പരിഗണന താഴ്ന്നു നിൽക്കുന്നത്. ഒരു ആങ്കറിനെ ഇതേപോലെ വലിച്ചു കയറാനുള്ള കേരളത്തിൽ ഒരേ ഒരു ആങ്കർ ഉള്ളു, അത് ഈ നെവിൻ കപ്രീഷ് സംബ്രോസ. ഇനി എന്നെ ഇന്റർവ്യൂവിൽ വിളിക്കുമ്പോഴത്തേക്ക് ഒന്ന് 2 വട്ടം വേണം. ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഇടയ്ക്കിടയ്ക്ക് പറയില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. അത് ഇത് തന്നെയാണോ? ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ ഡ്രസ് ആരായിച്ചെന്ന്? ഞാൻ അയച്ച ഡ്രസ് അല്ലത്, ഫാൻസ് ആയിരിക്കും. ആരോ അഴിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു എടുത്തു. ഈ ഡ്രസ് വേറെ ദിവസം ഇട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് കത്തുന്ന ഡ്രസ്സ്, എനിക്ക് ഇങ്ങനത്തെ ക്ലോത്ത്സിനോടാണ് എനിക്ക് ഇഷ്ടം. ഇതൊക്കെ എൻ്റെ ഇതിനെക്കാട്ടും വലിയ പേക്കോലം കണ്ടിട്ടുള്ള. ഇതെൻ്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മി. പണ്ട് ഞങ്ങൾ അത്ര ജസ്റ്റ് ഫ്രണ്ടായിരുന്നു, ഇപ്പം ബെസ്റ്റ് ഫ്രണ്ടായി. പിന്നെ ലാലേട്ടൻ്റെ കൂട്ടുകാരിയാട്ടോ. കൂട്ടുകാരി മീൻസ് കസിനല്ലേ, ഫ്രണ്ടാണ് ലാലേട്ടൻ്റെ. പിന്നെ ഇനിയിപ്പോൾ അത് പറയും, അയ്യോ നെവിന് മറ്റേ രീതിയിൽ മറ്റേ ലാലേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയും. ചെയ്യല്ലേ, ഇതൊക്കെ കട്ട് ചെയ്യണം. പിന്നെ വേറെന്തുവാ, ഞങ്ങൾ ഡാൻസേഴ്സ്. ഇത് സുംബ ഇൻസ്ട്രക്ടറാണ്. ഞാൻ സുംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു, എക്സ് സുംബ ഇൻസ്ട്രക്ടർ. പിന്നെ പണിയെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോയി. ഇവിടെ സ്റ്റിൽ കൊറിയോഗ്രാഫേഴ്സും ഡാൻസേഴ്സും ഒക്കെയാണ്. പിന്നെ വേറെ എന്തുവാണ്, എന്ത് പറയുന്നു എൻ്റെ ബിഗ് ബോസിലുള്ള പെർഫോമൻസ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യു ആർ ജെന്യുവൻ ഹ്യൂമൻ ബീയിങ്. എങ്ങനെയാണ് റിയലില് അതുപോലെ തന്നെയായിരുന്നു ബിഗ് ബോസിൽ. ഒരു ഡ്രാമയില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇല്ല. അതായത് ഡ്രാമയൊന്നുമല്ല, ഒക്കെ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ആൾക്കാർ നെഞ്ചിൽ കയറി. നെവിൻ ഇപ്പം എത്ര മണിയായിട്ടുണ്ടാവും? 1 മണിയോ? ഈ സമയമായിട്ടും ഷീ സ്റ്റിൽ എൻ്റെ കൂടെ വരും. അതാണ് ദ റിയൽ ഫ്രണ്ട്സ്. പിന്നെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഫൈനൽ 5 എത്തിയതിന് ശേഷം പിന്നെ എനിക്ക് ഒനീലേട്ടനെ, അഭിലാഷ്, പിന്നെ അവരെയൊക്കെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് ഡോക്ടർ ബിന്യാൻ, നൂബ്ലിൻ. ഞാനിട്ട പേരാണ് നൂബ്ലിൻ, അയാൾക്ക് ആ പേര് മതി. എനിക്ക് ഞാൻ ആരാധിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ എസ്പെഷ്യലി ഈ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ, ആസിഫിക്ക, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ കൂടി ഒരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അവിടെ വെച്ചിട്ട് മർദ്ദകൾ എന്നെ സമ്മതിക്കുന്നില്ല. ആസിഫ് അലി സാർ, നിങ്ങളെ കൂടിയിട്ട് ഒരു സെൽഫി എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറയാം, എനിക്ക് എടുക്കേണ്ട സെലിബ്രിറ്റീസ് ഉണ്ട്. പേളിമാണി, ഞാൻ മുടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേളി ചേച്ചിയുടെ ഹെയർ കെയർ റൊട്ടീനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവസാനം പറയത്തില്ലല്ലോ, സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നെവിൻ പറഞ്ഞുള്ളൂ. ഇതെൻ്റെ ആഗ്രഹമാണ്. പിന്നെ എനിക്ക് വേറെ ആരുടെ ആയിരുന്നു? ആസിഫിക്ക ഇപ്പം അത്ര വലിയ ഫാനായിരുന്നില്ല, പക്ഷെ എന്നെ പറഞ്ഞ് നെവിൻ്റെ ഫാനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേരുടെ ഭയങ്കര ഫാനായി. അപ്പം മാറി ഞാൻ കാല് കുത്തി ഞാൻ. പിന്നെ എനിക്ക് പിന്നെ സുജാത ചേച്ചിനെ കൂടിയിട്ട് ഒരു പാട്ട് പാടുന്ന വല്ലാത്തൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ ചെന്നൈ വരെ പോകും. അങ്ങനെ അത് ചെറിയ കാര്യമാണ്. പിന്നെ എനിക്ക് സെൽഫി എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തി ശിവാങ്കിനെ കൂടി പറ്റി. അത് ഞാൻ പിന്നെ തൂത്തുവാരി. പിന്നെ വേറെ ആരെ കൂടിയിട്ടാ? എനിക്ക് ഇത്രയും പേര്. പിന്നെ മെയിനായിട്ട് സുജാത ചേച്ചി, ചിത്ര ചേച്ചിനെ കൂടി പറ്റുമോ എന്നറിയില്ല. പക്ഷെ സമ്മതിച്ചാൽ ഞാൻ ചെയ്യും. ശരിക്കും ഡാൻസ് ആണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം? എനിക്കെല്ലാം ഇഷ്ടം.
നമ്മൾക്ക് അങ്ങനെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒന്നേ മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ഇല്ല, ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് കഴിവ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്രോഗ്രാം ചെറിയ ഡാൻസ് പെർഫോമൻസ് ഒക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പാടുമ്പോൾ അടിപൊളിയായിട്ട് പാട്ടും പാടി. അതാ പറഞ്ഞത്. അത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വന്നേക്കണേ. പിന്നെ വേറെ എന്ത് ഇഷ്ടപ്പെട്ടു? എന്റെ കൗണ്ടർ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. അതാ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് അങ്ങനെ എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്. അത് ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ സിനിമയിൽ മോഹൻ അഭിനയിക്കാൻ ആഗ്രഹം തീർച്ചയായിട്ടും എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ഒരു നല്ല ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടി അങ്ങോട്ട് വീഴും. ഞാൻ പറയട്ടെ, സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരാരുള്ളത്? ഞാൻ ഫെയിം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതേപോലെ തന്നെ സിനിമയിൽ എന്നെ ചാൻസ് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പോകും. കാരണം ഒരു 99% അല്ലെങ്കിൽ 80% മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആ മൂവി ഇഷ്ടപ്പെടുന്നത് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തികളുമായിരിക്കും. അപ്പോൾ മൂവി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഹാർട്ട് ചിലപ്പോൾ വല്ല ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട യുവാവായിട്ടോ അല്ലെങ്കിൽ കുഷ്ഠരോഗിട്ടോ എല്ലാം ഞാൻ ചെയ്യും. എനിക്ക് ഒരു നാളമില്ല ഞാൻ. അതെ, ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ കുട്ടിക്കാലം അഭിനയിക്കണം, കൃതിക്കും ലാലേട്ടാ, മാണിക്യ ചെമ്പെടുക്ക ലാലേട്ട അഭിനയിക്കാം. അത് അതാണ് പറയണത്. ഒരു ആക്ടർക്ക് വേണ്ടത് എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു ഷോട്ടൊക്കെ ഡയറക്ടർ അങ്ങനെ പലതും പറയും, മനസ്സിലായില്ലേ? പക്ഷെ നീ എന്തിനാ ചിരിക്കുന്നത് അബി? അല്ലേ ഈ അല്ലേ മോനെ എവിടെന്നാ കിട്ടിയത്? ഈ നമ്മളെന്താണ് എങ്ങനെ എവിടെന്നാ കിട്ടിയത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കും, അത് വേറെ. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് വേണ്ട. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. 30th നമ്മുടെ ഐബാദന്റെ ഒരു പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താങ്കൾ വരിക. ഇനി എന്തായാലും 30th വരെ യു വിൽ ബി ബിസി. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നില്ല. തൃശ്ശൂര് നമ്മുടെ ഷോ അതൊക്കെ ചെയ്തല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിറ്റിട്ട് അങ്ങോട്ട് പൈസ വാങ്ങിച്ചത്. അല്ല, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ ഹൗസിനകത്ത്. കാര്യം ഞങ്ങൾ 365 ദിവസങ്ങളിൽ പകുതി ദിവസങ്ങൾ സംസാരിക്കാറുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ദിവസമല്ലേ ഉള്ളത്. അപ്പം ഞാൻ കണ്ടല്ലോ എന്റെ സ്വഭാവം, ശരിക്കുള്ള സ്വഭാവം കണ്ടല്ലോ. ഞാൻ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഞാനൊരു ഒരു പരിഗണന താഴ്ന്നു നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തടി കുറഞ്ഞിട്ടില്ല. അത് എന്റെ കഴിവ്. അല്ലാണ്ട് നിന്നെ പോലെ തക്കാളി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഥ പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കിട്ടുന്ന അവസരം ഉപയോഗിച്ചടാ. അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായില്ലേ? ഇനിയിപ്പോ നിങ്ങളെ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നെവിനെ എന്താണ് പറഞ്ഞത്, നെവിൻ എന്തിനാ കൊണ്ട് നടക്കുന്നത്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയാറില്ലേ നമ്മളുടെ അറിയാവുന്നവരെ? നീ അവരോടൊക്കെ പോകാൻ പറയൂ. ലുക്ക് അറ്റ് മീ, അവർ ബോണ്ടിങ്. അല്ലാതെ സെലിബ്രിറ്റി പാട്ട കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 8 മാസം, അത് കഴിയുമ്പോഴത്തേക്കും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിലാണ് ലാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ അത് പറയും ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു കൊടുക്കുന്നു. അല്ല, കോമൺ ആയിട്ട് പറഞ്ഞപ്പം ലാലേട്ടൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനങ്ങനെ മനസ്സിൽ ഞാനങ്ങോട്ട് കണ്ടുപോയി ലാലേട്ടനെ. അപ്പോൾ ഈ അല്ലേ എന്ന് പറഞ്ഞ ഡയലോഗ് ലാലേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട്. അത് കാണുന്നു. അതാണ് കഴിവ്, മനസ്സിലായില്ലേ? ഇവിടെ ഏത് കണ്ടസ്റ്റന്റ് വേറൊരു കണ്ടസ്റ്റന്റിന്റെ ഡയലോഗ് ലാൽ സാറ് പറഞ്ഞിട്ടുണ്ട്, അതിനർത്ഥം ലാൽ സാറ് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് നെവിനെ. എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, ഭയങ്കര എൻജോയ് ചെയ്യുന്നതായിട്ട് എപ്പോഴും കാണാറുണ്ട്. ഒരു സന്തോഷം. അത് പിന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള തമാശ പറയുമ്പോഴത്തേക്ക് ബോധമുള്ള മനുഷ്യർ തിരിക്കും ലാലേട്ടനെ പോലുള്ള. അല്ലാണ്ട് ഞാൻ ഒരു കാരണവശാൽ ഇവൻ്റെയൊക്കെ വളിപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നവന്മാരവിടെ പിടിക്കും. അവർക്ക് എൻ്റെ ഡിസേർവിങ് അല്ല എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ. ലാലേട്ടൻ അത്രത്തോളം വലിയൊരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ലാലേട്ടന് കിട്ടി. അത് ഞാൻ കൊടുത്തു. ഞാൻ തന്നെ ഇനിയിപ്പോൾ നാളെ ഞാൻ പോകണം, എനിക്ക് ഞാൻ കിടന്നിട്ട് ഉറങ്ങണം. അപ്പം ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി നാളെ പോകും. അപ്പം അതിൻ്റെ ബൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വെറും 28 പേരുണ്ടായിരുന്നു, 38 പേരുണ്ടായിരുന്നേ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ നോക്കുമ്പോഴത്തേക്ക് 2000 പേര്. ഓക്കെ ഫൈൻ, അതിനെ എനിക്ക് അപ്രീഷിയേറ്റ്. ഇനിയിപ്പോൾ ഞാൻ മാത്താങ്കേരി എന്ന് ഞാൻ മാത്താങ്കേരി
എനിക്ക് അഭിലാഷ് ഇട്ട പേരാണ് മാത്താങ്കേരി. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സായി? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ടാണ് പോയത്. കാരണം എനിക്ക് ആരും വിശ്വാസമില്ല. നിന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നിന്നെയല്ല, തളർന്നു പോവല്ലേ, ബോധം കെട്ട് വീടല്ലേ. അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നെവിൻ ആർമി, നെവിൻ്റെ വേറൊരു പേജ്, അത് ഇതെല്ലാം ഉണ്ടോ. അപ്പൊ ലൈക്ക് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒരു ഫാൻ പേജ് എനിക്ക് ഗിഫ്റ്റും തന്നു. പിന്നെ എടുത്തെടുത്ത് പറയും ഞാൻ, പൊതുവാൾ അരുൺ, യു ആർ ഡൺ ഓൾസോ. പിന്നെ എൻ്റെ ബിന്നി, ഒനീലേട്ടനൊക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊന്ന് എടുത്തിടണേ, ഒനീലേട്ടൻ എനിക്ക് ഇഷ്ടമാണ്. അല്ല, ഒനീൽ നമ്മൾ ഇപ്പം FC പോയി പുള്ളിനെ 2-3 പ്രാവശ്യം അവിടെ പോയി ഫോട്ടോ വെച്ച് പോയി കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പറയണ എൻ്റെ അനിയനാണ്, അതെ സഹോദരനാണ്. അല്ല, ആ സമയത്ത് നമുക്കറിയാലോ നമുക്ക് എങ്ങനെ ഈ ഫെയിം പെട്ടെന്ന് ഓഡിയൻസ് അത് ഹാൻഡിൽ ചെയ്ത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഓക്കെ ആയിക്കോട്ടെ, അവിടെ അവരുടെ കിച്ചണിൽ എനിക്കുള്ള ചിക്കൻ എന്തൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പം എന്താ നമ്മൾ അങ്ങനല്ല, ഒന്ന് ചുറ്റിനുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് ആ ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ആ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പലരുടെ പേര് പറഞ്ഞു, പക്ഷെ അതൊന്നും വന്നില്ല. മേ ബി എന്തെങ്കിലും കാരണം. ഇന്നലെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും കൂടുതൽ കഴിച്ച ഫുഡ് എന്തായിരിക്കും? ഒരു ആങ്കറിനെ ഇതേപോലെ വലിച്ചു കയറാനുള്ള കേരളത്തിൽ ഒരേ ഒരു ആങ്കർ ഉള്ളു, അത് ഈ നെവിൻ കപ്രീഷ്യസ് സംബ്രോസ. ഇനി എന്നെ ഇന്റർവ്യൂവിൽ വിളിക്കുമ്പോഴത്തേക്ക് ഒന്ന് 2 വട്ടം ഒന്ന് ചിന്തിക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കൂണുകൂണ പ്രശ്നം ചോദിച്ചിട്ടുണ്ടെങ്കിലല്ല, ആങ്കറിനെ വലിച്ചങ്ങോട്ട് ഞാൻ കീറും, മനസ്സിലായോ?